ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വിത്ത് C++. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ സി പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ C++ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. സി എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് സിലബസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റും അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് കൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം, എ ലുക്ക് അറ്റ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇപ്പോൾ കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഹൈ ലെവൽ, അപ്പോൾ കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. സി എന്ന് പറയുന്ന ലാംഗ്വേജ്, അതുകൂടാതെ കൊബോൾ, ഫോർട്രാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട്. അതൊക്കെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് POP എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ അപ്രോച്ചിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് വാല്യൂസ് റീഡ് ചെയ്യുന്നു, അതിനുശേഷം കറസ്പോണ്ടിങ് കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്നു, അതിനുശേഷം ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സപ്പോസ് നമുക്കൊരു അഡീഷൻ്റെ അല്ലെങ്കിൽ സം ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 3 നമ്പേഴ്സ് ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കും. അതിനുശേഷം സം ഈക്വൽ ടു A+B+C എന്ന് പറഞ്ഞിട്ടൊരു കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പ് ഉണ്ടാവും. അതിനുശേഷം പ്രിൻറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. അങ്ങനെ റീഡിങ്, കാൽക്കുലേറ്റിംഗ്, പ്രിൻറ്റിംഗ് എന്നുള്ള ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ്റെ ഓർഡറിലാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നടക്കുന്നത്. ഏത് പ്രോഗ്രാം ആയാലും, ഇപ്പോൾ പ്രൈം നമ്പർ കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം അല്ലെങ്കിൽ ആംസ്ട്രോങ് നമ്പർ കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം, അതൊക്കെ ചെയ്യുന്ന സമയത്തും ഇൻപുട്ട് റീഡ് ചെയ്യുന്നു, ദെൻ പ്രൈം നമ്പർ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ആംസ്ട്രോങ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യും, ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യും. ആ ഒരു ഓർഡറിലാണ് എപ്പോഴും ഓപ്പറേഷൻസ് നടക്കുന്നത്. ഇപ്പോൾ a number of functions are written to accomplish these tasks. The primary focus is on functions. A typical program structure for procedure-oriented programming is shown in the figure. The technique of hierarchical decomposition has been used to specify the task to be completed for solving a problem. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് കുറേ സ്റ്റെപ്സ് ഓഫ് ആക്ഷൻസ് പെർഫോം ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും ഫങ്ഷൻസിലായിരിക്കും. അതായത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പം അഡീഷൻ പെർഫോം ചെയ്യണം, സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം, അങ്ങനെ കുറേ ആക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഓരോന്നും ഓരോ ഫംഗ്ഷൻ ആയിരിക്കും. അഡീഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഫോക്കസിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഫങ്ഷൻസിൻ്റെ മുകളിലായിരിക്കും. ദെൻ ഈ ഫിഗർ നോക്കുക, നമ്മൾക്കൊരു മെയിൻ പ്രോഗ്രാം ഉണ്ടാവും. നിങ്ങൾ വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും മെയിൻ എഴുതാറില്ലേ, അങ്ങനെ മെയിൻ പ്രോഗ്രാം ഉണ്ടാവും. ആ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ പ്രോഗ്രാംസ് എടുക്കുന്ന സമയത്ത് അഡീഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റൊരു പ്രോഗ്രാമായിട്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി വലിയൊരു പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആക്ഷൻസ് ചെയ്യണമെങ്കിൽ അഡീഷൻ എന്നുള്ളത് നമുക്കൊരു ഫംഗ്ഷനായിട്ട് എഴുതാം, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു ഫംഗ്ഷനായിട്ട് എഴുതാം, ഡിവിഷൻ എന്നുള്ളത് ഒരു ഫംഗ്ഷനായിട്ട് എഴുതാം. ആൻഡ് അഗെയിൻ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സബ് ഫംഗ്ഷൻസ് ആയിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ മെയിൻ ഫംഗ്ഷനെ സബ് ഫംഗ്ഷൻ ആക്കുന്നു, ആ സബ് ഫംഗ്ഷനെ അഗെയിൻ സബ് ഫംഗ്ഷൻസ് ആക്കുന്നു. ഇപ്പം ഇതിൻ്റെ സബ് ഫംഗ്ഷനായിട്ട് ഇത് വരാം, ഇതിൻ്റെ സബ് ഫംഗ്ഷനായിട്ട് ഇത് വരാം. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലെവൽസ് ഹയറാർക്കിക്കലായിട്ട് നിങ്ങൾക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് ചെറിയ ചെറിയ സിമ്പിൾ ടാസ്ക് ചെയ്യുന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. Then നോക്കുക, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് റൈറ്റിംഗ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കമ്പ്യൂട്ടർ to follow and organizing these instructions to groups known as functions. അതായത് നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത് പോലെയാണ്. അപ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അഡീഷൻ ചെയ്യേണ്ട പ്രോഗ്രാം ആണെങ്കിൽ ഇൻപുട്ട് റീഡ് ചെയ്യാനൊരു ഇൻസ്ട്രക്ഷൻ, അഡീഷൻ പെർഫോം ചെയ്യാനൊരു ഇൻസ്ട്രക്ഷൻ, ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാനൊരു ഇൻസ്ട്രക്ഷൻ, അങ്ങനെ
സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഇൻസ്ട്രക്ഷൻസിന് തന്നെ സിമിലർ ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി എഴുതുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്തിട്ടൊരു ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഫംഗ്ഷൻസ് ആണ് നമ്മൾ നേരത്തെ ഡീകമ്പോസ് ചെയ്തിട്ട് ഫംഗ്ഷൻസിന്റെ ഫോമിലേക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞത്. We normally use a flowchart to organize these actions and represent the flow of control from one action to another. അതായത് നമുക്കൊരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ആ ഫ്ലോ ചാർട്ടിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് അടുത്ത ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് അടുത്ത ഇൻസ്ട്രക്ഷനിലേക്കുള്ള ഫ്ലോ നമുക്ക് ഡ്രോ ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാകുമ്പോൾ അടുത്തത് ഇന്ന ഇൻസ്ട്രക്ഷനാണ് വരിക എന്ന് ഫ്ലോ ചാർട്ടിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. While we concentrate on the development of functions, very little attention is given to the data that are being used by various functions. അതായത് നമ്മൾ എപ്പോഴും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻസിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഡാറ്റയ്ക്ക് അത്രയും അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവില്ല, നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റക്ക് അത്രയും അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവില്ല എന്ന് പറയുന്നത്. അതായത് കോൺസെൻട്രേഷൻ എപ്പോഴും ഫംഗ്ഷൻ്റെ മുകളിലായിരിക്കും, ഡാറ്റയുടെ മുകളിലായിരിക്കില്ല എന്ന് പറയുന്നത്. Some characteristics exhibited by procedure oriented programming. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. എംഫസിസ് ഓൺ ഡൂയിങ് തിങ്സ്, അതായത് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓരോ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നതിലായിരിക്കും. അതായത് അൽഗോരിതം, ഫ്ലോ ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത് അതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. Large programs are divided into smaller programs known as functions. അത് നമ്മൾ നേരത്തെ ഹയറാർക്കിക്കൽ മോഡൽ കണ്ടു. മെയിൻ പ്രോഗ്രാമിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ് ഷെയർ ഗ്ലോബൽ ഡാറ്റ. അതായത് ഒരുപാട് ഫങ്ഷൻസ് ഗ്ലോബൽ ഡാറ്റ, നമുക്ക് ഗ്ലോബലി ഡാറ്റാസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഗ്ലോബൽ ഡാറ്റാസ് ഷെയർ ചെയ്യുന്ന ഉണ്ടാവാം മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ്. ഡാറ്റ മൂവ് ഓപ്പൺലി അറൗണ്ട് ദ സിസ്റ്റം ഫ്രം ഫംഗ്ഷൻ ടു ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷൻ്റെ അകത്തെ ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡാറ്റാസിന് ഓപ്പൺ ആയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ ഫംഗ്ഷൻസിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഫംഗ്ഷൻസ് ട്രാൻസ്ഫോം ഡാറ്റ ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഡാറ്റേനെ നമുക്ക് ഒരു ഫോമിൻ്റെ അകത്ത് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഫംഗ്ഷൻസിൻ്റെ അകത്ത്. അതുപോലെ തന്നെ എംപ്ലോയീസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഇൻ പ്രോഗ്രാം ഡിസൈൻ. അപ്പോൾ പ്രോഗ്രാം ഡിസൈനിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. മെയിൻ പ്രോഗ്രാം, അതിനെ ഡിവൈഡ് ചെയ്ത സബ് ഫങ്ഷൻസ്, അതിനെ ഡിവൈഡ് ചെയ്യുന്ന സബ് ഫങ്ഷൻസ്, അങ്ങനെ ടോപ്പ് ഡൗൺ അപ്രോച്ച് വെച്ചിട്ടാണ് പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നത്. ഇത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് മെത്തേഡിൻ്റെ ക്യാരക്ടേഴ്സാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിമാണ്. അതായത് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡാറ്റയ്ക്കാണ്, ഫങ്ഷൻ അല്ല. The major motivating factor in the invention of object-oriented approach is to remove some of the flaws encountered in the procedure-oriented programming approach. അപ്പോൾ procedure-oriented programming approachൻ്റെ അകത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. OOP treats data as a critical element in the program development and does not allow it to flow freely around the system. അതായത് നമ്മൾ ഡാറ്റേനെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഡാറ്റ ഒരു ക്രിട്ടിക്കൽ എലമെൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഡാറ്റേനെ എവിടെ ആക്സസ് ചെയ്യാന്നുള്ള ആ ഒരു മെത്തേഡിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്. ഡാറ്റ ക്രിട്ടിക്കൽ എലമെൻ്റ് ആണ്, കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് മാത്രമേ ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിൽ എവിടെ നിന്നും ഫ്രീലി ഡാറ്റേനെ ആക്സസ് ചെയ്യാന്നുള്ളൊരു മെത്തേഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പറ്റില്ല. It ties data more closely to the functions that operate on it and protect it from accidental modification from outside functions. അതായത് നമ്മൾ ഓരോ ഡാറ്റയും ഫംഗ്ഷനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഫംഗ്ഷനോട് അറ്റാച്ച് ചെയ്ത ഡാറ്റേനെ വേറൊരു ഫംഗ്ഷൻ എടുത്തിട്ട് മോഡിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഡാറ്റ കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മെത്തേഡിൻ്റെ അകത്ത്. OOP allows decomposition of a problem into number of entities called objects and then builds data and functions around these objects. ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെത്തേഡിൽ ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഫംഗ്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഒരു പ്രോബ്ലത്തിന് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ എൻറ്റിറ്റീനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന്.
ദെൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റയും ഫങ്ഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ, ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. The organization of data and functions in object-oriented programming is shown in figure 1.6. ഇതാണ് ഫിഗർ 1.6 എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഒബ്ജക്റ്റ് എ, ഒബ്ജക്റ്റ് ബി, ഒബ്ജക്റ്റ് സി എന്ന് പറഞ്ഞിട്ട് 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഒബ്ജക്റ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റയും അതിൻ്റെ ഫങ്ഷൻസും ഉണ്ടാവും. ഇവിടെ ഒബ്ജക്റ്റ് ബിൻ്റെ ഡാറ്റ ഫങ്ഷൻസ് ഉണ്ട്, ഒബ്ജക്റ്റ് സിക്ക് ഡാറ്റ ഫങ്ഷൻസ് ഉണ്ട്. ദെൻ ഈ ഒബ്ജക്ട്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. The data of an object can be accessed only by the functions associated with that object. However, functions of one object can access the function of other objects. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഡാറ്റേനെ അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിന് മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. The data of an object can be accessed only by the functions associated with that object. ഏത് ഒബ്ജക്റ്റിൻ്റെതാണോ ഫംഗ്ഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാസിനെ മാത്രമേ ആ ഫംഗ്ഷന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് വൺ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാൻ ആക്സസ് ഫങ്ഷൻ ഓഫ് അനദർ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാം? വേറൊരു ഒബ്ജക്റ്റിൻ്റെ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൻ്റെ അകത്ത് സം ഓഫ് ദ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. എംഫസിസ് ഓൺ ഡാറ്റ റാദർ ദാൻ പ്രൊസീജിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഡാറ്റ സെക്യൂറായി വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. Program is divided into what are known as object. നേരത്തെ program is divided into functions ആണ് പറഞ്ഞത്. ഇവിടെ program is divided into objects. Different object ആയിട്ടാണ് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നത്. Then data structures are designed such that they characterize the objects. ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന രീതിയിലാണ്. Then അടുത്ത ഫംഗ്ഷൻ നോക്കോ. Functions that operate on the data of an object are tied together in the data structure. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഡാറ്റയും ഫങ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഓരോ ഫങ്ഷൻസും സം ഡാറ്റാസ് വെച്ചിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. അത് ടൈഡ് ടുഗെദർ ആയിരിക്കും. അതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വെച്ച പോലെയാണ് ഉണ്ടാവുക. ആ ഫങ്ഷന് മാത്രമേ ആ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ ടൈഡ് ടുഗെദർ ആയിരിക്കും ഉണ്ടാവുക. ഡാറ്റ ഈസ് ഹിഡൻ ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻസ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ഫങ്ഷന് മാത്രമേ ആ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വേറെ ഫങ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൈഡ് ചെയ്തിട്ടായിരിക്കും ഡാറ്റേനെ അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക. ഒബ്ജക്ട്സ് മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. ഇപ്പോൾ രണ്ട് ഒബ്ജക്ട്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫങ്ഷൻസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ന്യൂ ഡാറ്റ ആൻഡ് ഫങ്ഷൻ ക്യാൻ ബി ഈസിലി ആഡഡ് വെൻ എവർ നെസസറി. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ന്യൂ ഡാറ്റയും ഫങ്ഷൻസും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെത്തേഡ് ബോട്ടം അപ്പ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്ത പ്രൊസീജിയർ ഓറിയൻറ്റഡ് അപ്രോച്ചും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇവർ തമ്മിലുള്ള കമ്പാരിസൺ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചിൻ്റെ നെസസറി ഫീച്ചേഴ്സും അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് അപ്രോച്ചിൻ്റെ നെസസറി ഫീച്ചേഴ്സും ഇതുപോലെ പഠിക്കുക. എന്നിട്ട് കമ്പാരിസൺ പോലെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ.